Hi makle, welcome back to Silent Learning. It's me, Amin sir. Yes, എന്തെല്ലാം മക്കളെ സുഖം തന്നെയല്ലേ? നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം നമ്മൾ 8ാം ക്ലാസ്സിലെ ഏക പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്റർ. ഈ ആനുവൽ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ അവർ ഗവൺമെൻറ് എന്ന ചാപ്റ്റർ. നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മക്കൾ ഈ ചാപ്റ്റർ മറന്നിട്ടുണ്ടാവും. പക്ഷേ മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കഴിയും. കാരണം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ചെയ്യുക, ഒന്ന് അമർത്തുക. മാത്രമല്ല ഇതേപോലെ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, നമുക്ക് അതേപോലെ എടുക്കാം. മാത്രമല്ല ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ ഒന്നെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ഇന്ന് നമ്മൾക്ക് ഏർക്ക് നമ്മളെ ലൈവ് വരുന്നുണ്ട്. ആ ലൈവിൽ എല്ലാ ചാപ്റ്ററിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് സെറ്റപ്പ് ആക്കുന്നതാണ്. നമ്മൾ തുടങ്ങാണ് അവർ ഗവൺമെന്റ്. നമുക്കറിയാം അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ അറിയണമെങ്കിൽ നമുക്കറിയാം സിമ്പിളായിട്ട് ചാപ്റ്ററാണ്, ബട്ട് ടഫാണ്. മറ്റേ സെയിം ഡിഫ്ലേ നോ മണി നോ മണി അല്ല, സിമ്പിളാണ് ചാപ്റ്റർ. ഈ ക്ലാസ് കണ്ടാൽ മാത്രം മതി. നമുക്കറിയാം അവർ ഗവൺമെന്റിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഡൗട്ടാണ് ആരാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മക്കളെ സിമ്പിളാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 3 ഭാഗമാണ്. ഈ 3 ഭാഗം നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഗവൺമെന്റ് പറഞ്ഞാൽ ഗവൺമെന്റ് 3 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ വിളിക്കും ലെജിസ്ലേറ്റർ, രണ്ടാമത്തെ നമ്മൾ വിളിക്കും ജുഡീഷ്യറി, മൂന്നാമത്തെ നമ്മൾ വിളിക്കും എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഗവൺമെന്റിനെ നിയമിച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗങ്ങളായിട്ടുള്ളത്. ഇതിൽ ലെജിസ്ലേറ്റർ പറഞ്ഞ നിയമനിർവ്വഹണ വിഭാഗക്കാർക്ക് എന്താ പണി അറിയോ? അവർ നിയമം എന്ത് ചെയ്യും, നിർമ്മിക്കുന്ന ആൾക്കാരാണ്. നീതിന്യായ വിഭാഗക്കാർക്കുള്ള പണി നിയമം എന്ത് ചെയ്യും, വ്യാഖ്യാനിക്കുന്നവരാണ്. കാര്യനിർവ്വഹണ വിഭാഗക്കാരുടെ പണി നിയമം നടപ്പിലാക്കലാണ്. നിയമം നിർമ്മിക്കും നിയമനിർവ്വഹണ വിഭാഗക്കാർ, അത് നടപ്പിലാക്കും കാര്യനിർവ്വഹണ വിഭാഗക്കാർ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം, അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് നീതിന്യായ വിഭാഗത്തിലേക്ക് പോകാം. സോ ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ലെജിസ്ലേറ്റർ എന്താ, അതെന്താ എഴുതാൻ ചോദിക്കും. സിമ്പിളാണ്. മേക്സ് ലോ, അതുപോലെ ഇംപ്ലിമെന്റ് ലോ, ഇന്റർപ്രറ്റ്സ് ലോ. ഇതാണ് ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോളി, ഇതിന് ഉറപ്പായിട്ട് ചോദ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം. അത് ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗങ്ങളായിട്ടുള്ള പാർലമെന്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ചോദിക്കും. കണ്ടല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. എന്തൊക്കെയാണ് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് എന്തൊക്കെയാണ് ഇത് നോക്കിയിട്ട്. ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ എന്തില്ല, ഇവിടെ 3 കാറുണ്ട്, അതല്ല കേട്ടോ ഡിഫറൻസ്. ഇത് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് പഠിക്കാം. ആദ്യം നോക്കാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. ലോക്സഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ ചോദിക്കാം, രാജ്യസഭയുടെ 3 സവിശേഷതകളൊക്കെ ചോദിക്കാം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലോക്സഭ ആൻഡ് രാജ്യസഭ. ഞാനൊരു പട്ടിക ഉണ്ടാക്കി. ഇവിടെ ഞാൻ ലോക്സഭ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ രാജ്യസഭ എന്ന് കൊടുത്തു. ഇത് 2 പഠിക്കാൻ വേണ്ടി പോട്ടോ. നോക്കാം, ലോക്സഭയുടെ ആദ്യത്തെ പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ലോക്സഭ ഒരു പേരിൽ അറിയപ്പെടും. ഏത് പേരിൽ അറിയപ്പെടുക? നോൺ ആസ് ജനപ്രതിനിധി സഭ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഹൗസ് എന്നറിയപ്പെടും. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടും. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ എന്ത് പേരിൽ അറിയപ്പെടുക? രാജ്യസഭ ഓൾസോ നോൺ ആസ് എന്തറിയപ്പെടുക മക്കളെ? പെർമനന്റ് ഹൗസ് എന്നറിയപ്പെടും. പെർമനന്റ് ഹൗസ് അല്ലെങ്കിൽ സ്ഥിരം സഭ എന്നറിയപ്പെടും. അപ്പം ഓരോന്നിൻ്റെയും ആദ്യത്തെ പ്രത്യേകത പഠിച്ച് നിങ്ങൾ 3 സവിശേഷതകൾ എഴുതിയാൽ 3 മാർക്ക് കിട്ടാൻ. ഇപ്പോൾ ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം, 4-5 എണ്ണം പഠിച്ചു വെക്കാം. അപ്പോൾ പെർമനന്റ് ഹൗസ് എന്നറിയപ്പെടും. മാത്രമല്ല ഇവിടെ എത്ര ആൾക്കാർ എലക്ട് ചെയ്യുക? 543 ആൾക്കാർ എലക്ട് ചെയ്യും, 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. 543 + 2 ടോട്ടൽ 545 അംഗങ്ങൾ ഉണ്ടാവുക. രാജ്യസഭയിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം 238 + 12 ടോട്ടൽ 250 അംഗങ്ങളാണ് ഉണ്ടാവാറുള്ളത്. മാത്രമല്ല ലോക്സഭ എത്ര വർഷമാണ് കാലാവധി വെച്ചാൽ 5 വർഷമാണ് കാലാവധി. രാജ്യസഭയിൽ എത്ര വർഷമാണ് കാലാവധി വെച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷമാണ് കാലാവധി ഉള്ളത്. ഇപ്പം 3 പോയിന്റ് എല്ലാത്തിലായല്ലോ. ഇനി മാത്രമല്ല ഇവിടെ നോക്കുക, ഇവിടെ ആരാണ് അധ്യക്ഷത വഹിക്കൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് പ്രിസൈഡ് ചെയ്യൽ അധ്യക്ഷത വഹിക്കൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്സഭയിൽ എപ്പോഴും ലോക്സഭ സ്പീക്കറാണ്. രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷത വഹിക്കൽ? അതാണ് എല്ലാ മക്കൾക്കും തെറ്റാറുള്ളത്. അത് ആരാ പഠിച്ചു വെച്ചോളി, അതാണ്
അതാണ് ആര് മക്കളെ? ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് ആണ്. ആര് തന്നെയാണ്? വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്ത് ചെയ്യുക അവിടെ ചെയ്യാറുള്ളത്. വൈസ് പ്രസിഡന്റ് തന്നെയാണ് അവിടെ ചെയ്യാറുള്ളത്. സോ അതും എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. അപ്പം ഇതൊന്ന് ഉറപ്പാണ് മക്കളെ ഇങ്ങനെ ചോദിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ നമ്മൾ പഠിച്ചല്ലോ. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ലോക്സഭ ആൻഡ് രാജ്യസഭ 238 ഉണ്ട്. 12 ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ഹൗസ് എന്ത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടും. പിന്നെ പെർമനന്റ് ഹൗസ് ആണ്. ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുക അധ്യക്ഷത വഹിക്കുക. പിന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ ചോദിക്കും. നോക്കട്ടോ, പ്രസിഡന്റ് ചുമതലകൾ നോക്കിക്കോളേ. ഒന്നാമത് അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ്മെന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻഡ് സുപ്രീം കോർട്ട് ഹൈക്കോർട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് അപ്പോയിന്റ്മെന്റ് ആക്കുക. ഇങ്ങനെ അപ്പോയിന്റ് മാത്രം എഴുതിയേക്കാം. അപ്പോയിന്റ് എഴുതിയേക്കുക. അപ്പോയിന്റ് ആരൊക്കെ അപ്പോയിന്റ് നോക്കി. ഒന്ന് ഫസ്റ്റിലാണ് പ്രൈം മിനിസ്റ്റർ, പിന്നെ ആര് പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ്. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന അടുത്ത ആൾക്കാരാണ് ആരൊക്കെ? ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ്. ജഡ്ജസ് എവിടത്തൊക്കെ ജഡ്ജസ് ഉണ്ട്? സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. പിന്നെ എന്ത് നോമിനേറ്റ്. പിന്നെ അടുത്തതാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നോമിനേറ്റ് 2 ഉണ്ട്. 12 മെമ്പേഴ്സ് എങ്ങോട്ടാണ്? രാജ്യസഭ എന്ന് ആലോചിക്കുക. 2 മെമ്പേഴ്സ് എവിടെയാണ്? ലോക്സഭ. അപ്പൊ നിങ്ങൾ ആലോചിക്കട്ടോ, ഇത്രയും പോയിന്റ് ഞാൻ എന്ത് ചെയ്താലോ ഈ ഒറ്റ നിലയ്ക്ക് എന്ത് ചെയ്തു മാറ്റി തന്നു. അപ്പൊ ഇതാ അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ 1 പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് മിനിസ്റ്റർ 2 പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് 3 പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, അപ്പോയിന്റ്മെന്റ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. പിന്നെ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഇൻ രാജ്യസഭ, നോമിനേറ്റ് 2 മെമ്പേഴ്സ് ഇൻ ലോക്സഭ. ഇവരെന്ത് ചെയ്യുന്നു? നിർദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല അതേപോലെ സർവ്വ സൈന്യാധിപനാണ്. മാത്രമല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, മേഴ്സി പെറ്റീഷൻ ഒക്കെ പ്രഖ്യാപിക്കൽ ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ ചുമതലകൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അടുത്തൊരു വിഭാഗം ഗവൺമെൻറ് നീതിന്യായം. നീതിന്യായത്തിലെ ഈ വിഭാഗവും എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. നീതിന്യായ വിഭാഗത്തിൽ ഏറ്റവും ടോപ്പ് കോടതി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക കോടതി അറിയുന്ന പരമോന്നത കോടതി ഏത് തന്നെയാണ്? സുപ്രീം കോർട്ട് തന്നെയാണ്. സുപ്രീം കോടതി കീഴിൽ എന്തുണ്ടാവും? ഓരോ ജില്ലകളിലല്ല ഓരോ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികൾ ഉണ്ടാവും. ഹൈക്കോടതികളുടെ കീഴിൽ ഓരോ ജില്ലകളിലും എന്തുണ്ടാവും? ഡിസ്ട്രിക്ട് കോർട്ടുകൾ ഉണ്ടാവും. അതിൻ്റെ കീഴിൽ എന്തുണ്ടാവും? ഓരോ സബ് കോർട്ടുകളും ഉണ്ടാവും. ഈ സബ് കോടതികൾ തന്നെ 2 ഉണ്ട്. മജിസ്ട്രേറ്റ് കോടതി ഉണ്ട്, മുൻസിഫ് കോടതി ഉണ്ട്. അതിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്ത് കേസ് എടുക്കൽ? ക്രിമിനൽ കേസ് എടുക്കൽ. മുൻസിഫ് കോടതിയിൽ എന്തെടുക്കൽ? സിവിൽ കേസ് എടുക്കൽ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. മജീദിൻ്റെ വാപ്പ എന്താണ്? ക്രിമിനൽ ആണെന്ന് ആലോചിക്കുക. മജീദിൻ്റെ വാപ്പ ക്രിമിനൽ എന്നാണ് ആലോചിക്കുക. മുൻസിഫിൻ്റെ വീട് എവിടെ ആലോചിക്കുക? മുൻസിഫിൻ്റെ വീട് സിവിലാണെന്നും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ ആലോചിക്കട്ടോ. മജിസ്ട്രേറ്റ് മുൻസിഫിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മുൻസിഫ്. ഇത് തന്നെയാണ് മുൻസിഫ് കോർട്ട് എന്നറിയപ്പെടുക. സോ മക്കളെ, എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ 3 ഘടകങ്ങളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. സോ നമ്മൾ 8 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സിമ്പിളാക്കി അടിപൊളിയാക്കി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ എയറിൻ്റെ മെഗാ മാരത്തോൺ വാട നമുക്ക് സെറ്റാക്കി അടിപൊളിയാക്കി പഠിക്കണം. അപ്പം നമുക്ക് കാണാം ഇന്ന് എയർക്ക്. അപ്പം അവിടെ വെച്ച് കാണാം കേട്ടോ. ഓക്കെ, ബൈ.